ചില ആൾക്കാരുണ്ട് മോട്ടിവേഷൻ ഇങ്ങനെ കയറ്റുകൊണ്ടേ ഇരിക്കണം. വർക്കൗട്ടിന് വന്നാലും അതല്ലെങ്കിൽ വേറെ എന്ത്, രാവിലെ എണീറ്റ് കുറച്ച് മോട്ടിവേഷൻ ഇങ്ങനെ കയറ്റിയാൽ മാത്രമേ അവർക്ക് എല്ലാ ദിവസവും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേന്, പ്രതിസന്ധികൾ വരുമ്പോഴത്തേന് വാടി തളർന്നു പോകും. അവർക്കതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് നമ്മുടെ മൈൻഡ് സെറ്റ് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. മോഡേൺ സൈക്കോളജി ഇന്നിപ്പോൾ വളർന്നു വന്നിട്ട് ഏകദേശം 1.5 നൂറ്റാണ്ടോളമായി പ്രധാനമായിട്ടും ബേസ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് അപ്പോഴുള്ള പ്രശ്നങ്ങൾ, ആരെങ്കിലുമൊക്കെ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനൊക്കെ മോഡേൺ സൈക്കോളജി വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പ്രശ്നങ്ങൾ, ചിന്തകളൊക്കെ മാറ്റിയെടുത്ത് റെഡിയാക്കുക എന്നുള്ളതാണ് മോഡേൺ സൈക്കോളജി പ്രധാനമായിട്ടും ബേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കുക, കാര്യങ്ങളെ അടിത്തട്ടിൽ നിന്നും ഫേസ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി മോഡേൺ സൈക്കോളജി എഫക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് ഇന്ന് ആളുകൾ കൂടുതലായിട്ട് നമ്മൾ ഓൺലൈനിൽ കേൾക്കുന്ന ഇൻഫർമേഷൻസ് മൊത്തം ഇത് ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. സ്ട്രോങ് മൈൻഡ് സെറ്റ് ആക്കുക എന്നുള്ളതല്ല. സ്ട്രോങ് മൈൻഡ് സെറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ശരിക്കും ഹോളിസ്റ്റിക് സൈക്കോളജി എന്ന് പറയും. ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു മെത്തേഡാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതുള്ളത്. പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത് തോൽപ്പിക്കാനുള്ള ഒരു മനക്കരുത്താണ് ചെയ്യേണ്ടത്. അതല്ലാതെ കംഫർട്ടബിൾ ആക്കൊക്കെ ഒന്നും കുഴപ്പമില്ലടാ, ഇത് നമുക്ക് റെഡിയാക്കാം എന്നുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രം വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കില്ല. നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച എല്ലാവരെയും എടുത്തു നോക്കൂ. ആരെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അവരുടെ കുട്ടിക്കാലം വളരെ കലുഷിതമായിരിക്കും. ആകെ മൊത്തം പ്രശ്നങ്ങളായിരിക്കും അവർ ഫേസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അതാണ് അവരെ സ്ട്രോങ് ആക്കിയത്. അതിൽ നിന്നാണ് അവരെ സ്ട്രെങ്ത് ഉണ്ടാക്കിയത്. നമ്മൾ പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ, ചെറിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിന് പഠിച്ചവൻ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. നമ്മൾ റെഡിയായി വരുമ്പോൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുത്ത് വരുമ്പോഴാണ് ശരിക്കും പരീക്ഷണങ്ങൾ കൂടുതലായിട്ട് വരിക. അത് വരുമ്പോൾ അത് നമ്മൾ പതറിപ്പോകുന്ന ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല എന്നിടത്താണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. ഇതിനെ റെഡിയാക്കണമെങ്കിൽ, ശരിയാക്കി എടുക്കണമെങ്കിൽ ന്യൂറോ ഹാക്കിങ്ങിൽ 4 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തുള്ളത് ഒബ്സർവേഷൻ എന്നുള്ളതാണ്. നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അല്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ ഇൻഫർമേഷൻസ് അല്ല. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്, ഏത് മുതലാണ്, കുട്ടിക്കാലം മുതലേ ഞാൻ എങ്ങനെയാണോ, അതോ എന്ന് മുതലാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത്, എവിടെ മുതലാണ് കറക്റ്റ് അല്ലാത്തത്, എന്തൊക്കെ ചിന്തകളാണ് പ്രശ്നങ്ങളുള്ളതെന്ന് കറക്റ്റ് നമുക്കറിയണം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ചെറിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യും, അതിനെക്കുറിച്ച് പഠിക്കും, എന്നിട്ട് ഓക്കെ ഡിപ്രഷൻ, അപ്പോൾ ഡിപ്രഷൻ്റെ ബാക്കി എന്തൊക്കെ, അതിനെക്കുറിച്ച് അങ്ങോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുക എന്ന് പറയും. ബാക്കിയുള്ള പുറത്തുള്ള ഇൻഫർമേഷൻസ് വെച്ച് നമ്മളെ വിലയിരുത്താൻ തുടങ്ങും. അത് അവസാനിപ്പിക്കണം. നമ്മൾ കറക്റ്റായിട്ട് നമ്മളെക്കുറിച്ച് പഠിക്കാൻ ഒന്നാമത് തയ്യാറാവേണ്ടതുണ്ട്. രണ്ടാമത്തുള്ളത് നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി ചെന്ന് അവിടെ നമ്മൾ തന്നെ ക്ലീൻ ആക്കണം. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ക്ലീൻ ആക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. നമ്മൾ ചെല്ലണം. അതിലെ മെത്തേഡ്സാണ് മുറാക്കബ, അതല്ലെങ്കിൽ മെഡിറ്റേഷൻസ് എന്നൊക്കെ പറയുന്നത്. മനസ്സിൻ്റെ അകത്തേക്ക് കിട്ടാനുള്ള വാതിലുകളാണ്. ചില ആൾക്കാരുണ്ട്, ഞാൻ മെഡിറ്റേഷനൊക്കെ ഞാൻ കുറേ ചെയ്തതാ, അതൊന്നും ഇനി അതിലൊന്നും പിന്നെ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സൈക്കിൾ പഠിക്കുന്നത് പോലെ സൈക്കിൾ ഓടിച്ച് പഠിച്ച് അതിൽ നിന്നും 1-2 തവണ വീണ്ടും അത് പഠിക്കാൻ പോവാത്തവരെ കുറിച്ച് നിങ്ങൾ എന്താ പറയുക? അതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻ. കറക്റ്റ് നിങ്ങൾ എടുത്ത് പഠിച്ച് അതിൻ്റെ ആ ഒരു ട്രാക്കിലേക്ക് കയറി മനസ്സിൻ്റെ കൂടുതൽ അകത്തേക്ക് കയറി ചെന്നാൽ മാത്രമേ നമുക്ക് അവിടെ എന്താണ് പ്രശ്നങ്ങളുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെയുള്ളതാണ് ഡ്രീം ജേർണലിങ്. മോർണിംഗ് റുട്ടീനിൽ രാവിലെ പ്രഭാത കർമ്മങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ഒന്നാണ് ഡ്രീം ജേർണലിങ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഉറക്കത്തിൽ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഭൂരിഭാഗം സംഭവങ്ങൾ നമ്മൾ മറന്നു പോവുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്കുള്ള, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അകത്തേക്കുള്ള വാതിലുകളാണ് ശരിക്കും ഈ സ്വപ്നങ്ങൾ എന്നുള്ളത്. അത് കറക്റ്റ് നമ്മൾ ജേർണലിങ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നമ്മൾ പോലും അറിയാത്ത പ്രശ്നങ്ങൾ, ട്രോമകൾ, അതേപോലെ തന്നെ ഫിയർ, ഫോബിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ, ആങ്സൈറ്റി നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് തന്നെ ഇൻഫർമേഷൻ കിട്ടും ഇതെന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത്. മൂന്നാമത്തുള്ളത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വർക്കുകൾ, അതേപോലെ തന്നെ നമ്മുടെ സ്ഥിരം കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മുടെ ഭക്ഷണങ്ങളിൽ വയറിൻ്റെ ആരോഗ്യം കറക്റ്റ് അല്ലെങ്കിൽ വയറിൽ നിന്നാണ് ശരിക്കും സെറോട്ടോണിൻ എന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ, നമ്മുടെ സന്തോഷം ഉണ്ടാക്കുന്നത് സെറോട്ടോണിനാണ്. ഈ സെറോട്ടോണിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ വന്നില്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവില്ല. അത് 90% വരുന്നത് വയറിൽ നിന്നാണ്. നമ്മുടെ വയറിൻ്റെ ആരോഗ്യം കറക്റ്റ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെയൊക്കെ ബാലൻസ് തെറ്റും.
അപ്പോൾ മൈൻഡ് ബോഡി കണക്ഷൻ എന്നുള്ളത് കംപ്ലീറ്റ് ഈ ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെയാണ് ഇതേപോലെ പോവുക എന്നുള്ളതല്ല, മറിച്ച് അവിടെ ഏത് സമയത്തും മാറാനുള്ള ഒരു പോസിബിലിറ്റി, ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനെയാണ് ഇന്ന് മോഡേൺ സയൻസ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൻ്റെ ഷേപ്പും അതേപോലെ തന്നെ അതിൻ്റെ വർക്കിങ്ങും അനാട്ടമി ഫിസിയോളജി എന്ന് പറയും, രണ്ടും നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് പുതിയ ന്യൂറോ സയൻറ്റിഫിക് പഠനങ്ങൾ പറയുന്നത്. അതിനുള്ള എഫക്റ്റീവ് മെത്തേഡാണ് ശരിക്കും ന്യൂറോ ഹാക്കിംഗ് എന്നുള്ളത്. നമ്മുടെ ബ്രെയിനെ ഹാക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫിസിയോളജിയും അനാട്ടമിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് അതേപോലെ തന്നെ എനർജി കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഷിഫ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ നിങ്ങൾ ഈ ഒരു 3-4 ഫാക്ടേഴ്സ് കറക്റ്റ് നിങ്ങൾ പരിഗണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്യാനും മാറ്റം വരുത്താനും സാധിക്കും എന്നുള്ളതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എങ്ങനെയൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ഇടുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓരോ വീഡിയോസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. താങ്ക് യു ആൾ.